നമ്മുടെ പങ്കാളി കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ എന്ന് നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? സ്നേഹം കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ അവരെ ചില കാര്യങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നതെന്താ? നമ്മൾ പറയുന്നതൊരു വിമർശനമായി മാറുന്നു, അതൊരു വലിയ വഴക്കിൽ ചെന്ന് അവസാനിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനൊരു പരിഹാരമുണ്ടോ? വാ, നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ നല്ലത് മാത്രം വിചാരിച്ച് പങ്കാളിയോട് എന്തെങ്കിലും പറയുന്നു, പക്ഷേ പെട്ടെന്നാണ് സീൻ മാറുന്നത്. അതൊരു വലിയ തർക്കമായി മാറുന്നു. ശരിക്കും നിങ്ങൾ അവരെ സഹായിക്കാനല്ലേ ശ്രമിച്ചത്? പക്ഷെ അവർക്ക് തോന്നുന്നതോ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയാണെന്ന്. ഇതെവിടെയോ കേട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ? ഈ ഒരു സൈക്കിളിൽ പെട്ടുപോയ പോലെ നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പറയുന്നു, അവർ പ്രതിരോധിക്കുന്നു, വീണ്ടും നിങ്ങൾ പറയുന്നു. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ശരിക്കും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തുവരുന്നതിനു മുൻപ് എന്തുകൊണ്ടാണ് വിമർശനം ഒരിക്കലും ഒരു മാറ്റവും കൊണ്ടുവരാത്തത് എന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് നേരെ അതിന്റെ കാരണത്തിലേക്ക് പോവാം. ഇവിടെയാണ് ഹ്യൂമൻ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ നമുക്ക് മാനസിക വൈദ്യുതി എന്ന് പറയാം, ഈ ഒരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് വരുന്നത്. നമ്മൾ സംസാരിക്കുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു ഐഡിയയാണിത്. സിമ്പിളായി പറഞ്ഞാൽ വിമർശനം ഒരു അറ്റാക്ക് പോലെയാണ്. നിങ്ങൾ കൊടുക്കുന്നത് നല്ലൊരു ഉപദേശമായിരിക്കാം, പക്ഷെ അവർക്കത് കേൾക്കാൻ പോലും പറ്റില്ല. കാരണം അവരുടെ മുഴുവൻ എനർജിയും ഒരു ഷീൽഡ് പോലെ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയായിരിക്കും. അതോടെ തീർന്നു. സംസാരത്തിന്റെ വാതിൽ അവിടെ അടഞ്ഞു. അപ്പോ എന്തായിരിക്കും ഈ മാനസിക വൈദ്യുതി എന്ന് പറയുന്നത്? ഇതൊരു സയന്റിഫിക് ടേം ഒന്നുമല്ലാട്ടോ, ഇതൊരു കോൺസെപ്റ്റാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരു ഇൻവിസിബിൾ എനർജി ഷീൽഡ് പോലെ ഇതിനെ കാണാം. എപ്പോഴാണോ ഒരു വിമർശനം വരുന്നത്, അപ്പോൾ തന്നെ ഈ ഷീൽഡ് ആക്ടിവേറ്റ് ആവും. പിന്നെ പുറത്തുനിന്നുള്ള ഒരൊറ്റ നിർദ്ദേശവും അകത്തേക്ക് കടത്തിവിടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർ ഒന്നുകിൽ മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ രണ്ടും രണ്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യമെന്താ? അവരെ ഹെൽപ്പ് ചെയ്യണം, അവരൊന്ന് നന്നാകണം. പക്ഷെ അവരുടെ ഭാഗത്തോ? അവർക്കതൊരു യുദ്ധം പോലെയാണ്. അവർക്ക് അവരെ തന്നെ ന്യായീകരിക്കണം, ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിക്കണം. അവിടെയാണ് വിമർശനം മൊത്തത്തിൽ പാളിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രശ്നം നമുക്ക് പിടികിട്ടി. ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ പവർഫുള്ളായൊരു വഴിയാണ്. ഒരു ആത്മീയ ഗുരു നൽകിയ ലളിതമായൊരു സൂത്രം, അല്ലെങ്കിൽ ഒരു തത്വം. ഈ ഡിഫൻസിന്റെ മതില് പൊളിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സിമ്പിൾ സൂത്രമാണിത്. വിമർശനം മുറിവേൽപ്പിക്കുന്നു, എന്നാൽ സ്നേഹത്തോടെയുള്ള നിർദ്ദേശം പുരോഗതി നൽകുന്നു. എന്തൊരു സിമ്പിൾ, എന്നാൽ എത്ര ആഴമുള്ള വാക്കുകളാണിത്, അല്ലേ? നമ്മളൊരാളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവരെ വേദനിപ്പിച്ചിട്ടല്ല വേണ്ടത്, സ്നേഹം കൊണ്ടാണ്. ഇതായിരിക്കണം നമ്മുടെ പോയിന്റ്. ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ്. മാറ്റം തുടങ്ങേണ്ടത് അവരിൽ നിന്നല്ല, നമ്മളിൽ നിന്നാണ്. പങ്കാളിയുടെ തെറ്റുകളും കുറ്റങ്ങളും ഇങ്ങനെ എണ്ണി പറയുന്നതിനു പകരം അവരെ നിങ്ങൾ എങ്ങനെ കാണാനാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു രൂപം അത് മനസ്സിൽ കാണുക. നമ്മുടെ ചിന്തകൾക്ക് ഭയങ്കര പവറുണ്ട് കേട്ടോ. ഈ സങ്കല്പശക്തി ഉപയോഗിച്ച് നമുക്ക് നല്ല മാറ്റങ്ങൾക്ക് തുടക്കമിടാം. അപ്പോ ശരി, ഇതെങ്ങനെ ചെയ്യും? അതാണ് അടുത്ത ചോദ്യം, അല്ലേ? ഒരു വാക്കുപോലും മിണ്ടാതെ, ഒരു വഴക്കിനും പോകാതെ പങ്കാളിയുടെ ഉപബോധ മനസ്സിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിന് വെറും രണ്ട് സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തേത് സങ്കല്പശക്തി. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണോ അത് വളരെ ക്ലിയറായിട്ട് മനസ്സിൽ കാണുക. ഉദാഹരണത്തിന്, അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് നിർത്തണമെന്നാണെങ്കിൽ അവരെ നല്ല ശാന്തരായി ചിരിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് മാനസിക നിർദ്ദേശം. നിങ്ങളുടെ പങ്കാളി ഏറ്റവും റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയം നോക്കണം. ചിലപ്പോൾ ഉറങ്ങുമ്പോഴായിരിക്കും ബെസ്റ്റ്. ആ സമയത്ത് നമ്മൾ മനസ്സിൽ കണ്ട നല്ല ചിന്തകൾ ഒരു പ്രാർത്ഥന പോലെ, ഒരു പോസിറ്റീവ് വൈബ് പോലെ അവരുടെ ഉപബോധ മനസ്സിലേക്ക് അയയ്ക്കുക. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്നറിയോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡിഫെൻസീവ് ഷീൽഡില്ലേ, അതിനെ ഇത് ബൈപ്പാസ് ചെയ്യും. അതായത് ഒരു തർക്കവുമില്ല, വഴക്കില്ല. നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ നേരെ അവരുടെ ഉപബോധ മനസ്സിലെത്തുന്നു. അവിടെ നിന്നാണ് മാറ്റം തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഒന്നുകൂടി ഓർക്കാം. യഥാർത്ഥത്തിൽ ഒരാളെ മാറ്റാനുള്ള ശക്തി എവിടെയാണിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, യഥാർത്ഥ മാറ്റം വരുന്നത് നമ്മുടെ ശബ്ദത്തിന്റെ ഉച്ചം കൊണ്ടാണോ, അതോ നമ്മുടെ ചിന്തകളുടെയും സങ്കല്പത്തിന്റെയും ശക്തി കൊണ്ടാണോ? ചിലപ്പോ ഒച്ചയെടുത്ത് പറയുന്ന 1000 വാക്കുകളെക്കാൾ ശക്തി സ്നേഹത്തോടെയുള്ള ഒരൊറ്റ നിശ്ശബ്ദ ചിന്തയ്ക്കുണ്ടാകും.